ആലൂറയത്തേക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ: 2 ചെറു ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് അരിഞ്ഞത്, 1.5 മുറി തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത്, കുറച്ച് മല്ലിയില, 2 കപ്പ് കറിവേപ്പില, ഇഞ്ചി ഒരു അരമുറി ചതച്ചത്, 5-6 കൊച്ചുള്ളി ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ 2 പച്ചമുളക് സ്ലൈസായിട്ട് അരിഞ്ഞത്, പിന്നെ 1 കപ്പ് കട്ട തൈര്. ചട്ടി നന്നായിട്ട് ചൂടായതിനു ശേഷം കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ചൂടായതിനു ശേഷം ഇതിനകത്തിലേക്ക് കടുക്, പിടി ഉലുവ, 2 വറ്റൽമുളക് പൊട്ടിയതിനു ശേഷം ഇതിനകത്തിലേക്ക് ഇഞ്ചി, പച്ചമുളക്, ചെറുള്ളി ഇടുക. നന്നായി വഴറ്റി കൊടുക്കാം. ഉള്ളിയുടെ ആ പച്ച മണം മാറിയതിന് ശേഷം നമുക്ക് ഉരുളൻകിഴങ്ങ് ഇട്ട് കൊടുക്കാം. ഒന്ന് നമുക്ക് അടച്ചു വെച്ച് വേവിക്കാം. ഇനി ഉരുളൻകിഴങ്ങൊന്ന് ചെറുതായിട്ട് വെന്തതിന് ശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഉരുളൻകിഴങ്ങ് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞത് കൊണ്ട് തന്നെ അത് പെട്ടെന്ന് വേവും. ചെറുതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിലേക്ക് നമുക്കിനി തക്കാളി ഇട്ട് കൊടുക്കാം. നല്ല പഴുത്ത തക്കാളി ആകുമ്പോഴത്തേക്ക് ഇതിന് നല്ല ടേസ്റ്റ് ആയിരിക്കും. നിങ്ങളുടെ കയ്യിൽ നല്ല പഴുത്ത തക്കാളി ഉണ്ടെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും പഴുത്ത തക്കാളി ഇട്ട് കൊടുക്കണം. ഇനി നമുക്ക് ഇതിനകത്തിലേക്ക് കുറച്ച് ഉപ്പും മുളക് പൊടിയും മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. ഞാൻ ഒരു 1/2 സ്പൂൺ ഉപ്പും 1/4 സ്പൂൺ മുളക് പൊടി, 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി ഇടുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് ഒന്നുകൂടെ അടച്ചു വെച്ച് വേവിക്കാം. ഉരുളക്കിഴങ്ങൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞ മല്ലിയില നമുക്ക് ഇട്ട് കൊടുക്കാം. മല്ലിയുടെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ മാത്രം അത് ഇട്ട് കൊടുത്താൽ മതി. കാരണം ഇതിന് മല്ലിയുടെ ഫ്ലേവർ ഉണ്ടെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. അതിനുശേഷം നമുക്ക് ഇതിനകത്തിലേക്ക് കട്ട തൈര് ഒഴിച്ചു കൊടുക്കാം. തൈര് പിരിയാതെ സൂക്ഷിക്കണം. ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. എന്നിട്ട് നിർത്തുക. അപ്പം നമ്മുടെ സ്വാദിഷ്ടമായിട്ടുള്ള ആലൂറയത്ത് റെഡി ആയിരിക്കുകയാണ്. ഇത് ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നല്ല ടേസ്റ്റാണ്. പ്രത്യേകിച്ച് വൈറ്റ് റൈസിൻ്റെ കൂടെ ഇത് നല്ല ടേസ്റ്റാണ്. അപ്പം നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ.